ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഇൻ്റർവ്യൂവിനെ പറ്റി പറഞ്ഞിരുന്നു. സൗദി MOHലേക്ക് 2025 മെയ് 13, 14, 15, 16 എറണാകുളത്ത് വെച്ച് നടക്കുന്ന ഇൻ്റർവ്യൂവിനെ പറ്റി വീഡിയോ കൊണ്ട് കുറേ ആൾക്കാർ വിളിച്ചു. അതിൽ കുറേ ആൾക്കാരെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏജൻസികൾ ത്രൂ. പിന്നെ കുറച്ച് പേരുടെ വിളിച്ചതിൽ നമുക്കത് ചെയ്യാൻ പറ്റാതായിരുന്നു, കാരണം അവരുടെ ഡോക്യുമെൻറ്റ്സ് ഒന്നും കംപ്ലീറ്റ് അല്ലായിരുന്നു. അപ്പോൾ ഇതിൽ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ക്ലിയർ ആക്കി വെക്കേണ്ടത്? ഇതുപോലുള്ള ഇൻ്റർവ്യൂ വരുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സർട്ടിഫിക്കറ്റുകളുടെ ഒക്കെ ഡാറ്റ ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഒറിജിനൽ ആണെന്നുള്ളതിന് വെരിഫിക്കേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഈ സൗദി കൗൺസിലിൻ്റെ അംഗീകാരമുള്ള ഒരു ഏജൻസി ത്രൂ നടത്തുന്ന ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സാണിത്. അതിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, നഴ്സിംഗ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പിന്നെ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ. അത് നമ്മൾ ഏതെങ്കിലും സ്റ്റേറ്റിൽ, കേരള സ്റ്റേറ്റിലോ കേരള നഴ്സിംഗ് കൗൺസിലോ അല്ലെങ്കിൽ തമിഴ്നാട് ആന്ധ്ര നഴ്സിംഗ് കൗൺസിൽ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ആ സർട്ടിഫിക്കറ്റ് അത് വാലിഡിറ്റി ഉള്ളതായിരിക്കണം. കാരണം അത് നമ്മൾ 3 വർഷം 5 വർഷം കൂടി ഇരിക്കുമ്പോൾ അത് റിന്യൂ ചെയ്യുന്നതാണ്. അങ്ങനെ റിന്യൂ ചെയ്തിട്ടുള്ളതായിരിക്കണം. അതായത് വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. പിന്നെ ഉള്ളത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സ്പീരിയൻസിന് വേണ്ടി നമ്മൾ ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ സാലറി കാര്യങ്ങളൊക്കെ നമുക്ക് ബാങ്ക് ത്രൂ തരുന്ന ഹോസ്പിറ്റലായിരിക്കണം. പിന്നെ പരമാവധി നമ്മൾ JCI അതുപോലെ നബാർഡ് അങ്ങനെയൊക്കെ അക്രഡിറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലൊക്കെ തിരഞ്ഞെടുക്കാമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷേ ഇതുപോലുള്ള നമുക്ക് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്ന ഹോസ്പിറ്റലായിരിക്കണം, അതും ബാങ്ക് ത്രൂ. കാരണം നമ്മൾ ഈ വെരിഫിക്കേഷന് വേണ്ടി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഹോസ്പിറ്റലിനോട് അവരുടെ സാലറി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതുപോലെ PF ഡീറ്റെയിൽ, ഇതൊക്കെ അവർ ചോദിക്കാറുണ്ട്. അത് അവർക്ക് ചോദിക്കുമ്പോൾ അവർക്ക് കിട്ടിയില്ലെങ്കിൽ അല്ല കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഡാറ്റ ഫ്ലോ ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. പിന്നെ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ, അതും വാലിഡിറ്റി ഉള്ളതായിരിക്കണം. ഇത് നമുക്ക് ഡാറ്റ ഫ്ലോയുടെ പോസിറ്റീവ് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ സൗദി കൗൺസിലിൻ്റെ പോർട്ടലായ മുമാരിസ് പ്ലസിൽ സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം, ഈ പറഞ്ഞ ഡാറ്റ ഫ്ലോ അതുപോലെ സർട്ടിഫിക്കറ്റുകളെല്ലാം, ഹയർ സെക്കൻഡറി സ്കൂൾ മുതലുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് അത് അവർ ഒരു 15-20 ദിവസത്തിനുള്ളിൽ വെരിഫൈ ചെയ്ത് നമുക്കൊരു നമ്പർ അവർ തരും. അതാണ് എലിജിബിലിറ്റി നമ്പർ. ഈ എലിജിബിലിറ്റി നമ്പറിന് 1 വർഷ വാലിഡിറ്റിയേ ഉള്ളൂ. ഈ 1 വർഷത്തിനുള്ളിൽ നമുക്ക് അവർ തരുന്നത് 3 ചാൻസാണ്. ഈ 1 വർഷത്തിനുള്ളിൽ നമ്മൾ ഈ 3 ചാൻസിൽ ഏതെങ്കിലും ഒരു ചാൻസ് എക്സാം എഴുതി പാസ്സായിരിക്കണം. നമ്മൾ പരമാവധി നേരത്തെ തന്നെ എക്സാം എഴുതുന്നതാണ് നല്ലത്. കാരണം എക്സാം കഴിഞ്ഞ് ഒരു 1 മന്ത് കഴിഞ്ഞാണ് റിസൾട്ട് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇൻ കേസ് നമ്മൾ ഫെയിലായിപ്പോയാൽ വീണ്ടും അടുത്ത ചാൻസ് എഴുതാം. അങ്ങനെ നമുക്ക് 3 ചാൻസ് എഴുതാം. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സൗദിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ എക്സാം പാസ്സായതിന് ശേഷം മാത്രം വരിക. കാരണം ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മൾ എക്സാം ഫെയിലായി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ പോകേണ്ടി വന്നാൽ നമ്മൾ ഏജൻസിക്ക് കൊടുത്ത പൈസ, മറ്റ് ചിലവാക്കിയ പൈസ എല്ലാം നമ്മുടെ വേസ്റ്റ് ആകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ എലിജിബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ സമയം കളയാതിരിക്കുക. കാരണം ചില ആൾക്കാർ ഇപ്പം ജനുവരിയിൽ എലിജിബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഫസ്റ്റ് എക്സാം എഴുതുന്നത് ആഗസ്റ്റിലായിരിക്കും, അല്ല സെപ്റ്റംബറിലായിരിക്കും. ഇൻ കേസ് അത് ഫെയിലായാൽ പിന്നെ അവർക്ക് കിട്ടുന്നത് ചിലപ്പം നവംബറിലോ വല്ലതും ആയിരിക്കും അടുത്ത ഡേറ്റ് കിട്ടുന്നത്. അതിലും ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആ ചാൻസ് പോയി. കാരണം ഡിസംബറോട് കൂടി ജനുവരിയിലെടുത്ത എലിജിബിലിറ്റി നമ്പറിൻ്റെ
എക്സ്പയറി ഡിസംബറിൽ കഴിയും. അവിടെ അപ്പോൾ അവർക്ക് ഒരു ചാൻസ് നഷ്ടമാകും. പിന്നെ ആദ്യം തൊട്ട് പിന്നെയെല്ലാം എലിജിബിലിറ്റി എടുക്കേണ്ടി വരും. അതുകൊണ്ട് എലിജിബിലിറ്റി കിട്ടുമ്പോൾ തന്നെ നമ്മൾ എക്സാം എഴുതാൻ പരമാവധി ശ്രദ്ധിക്കുക. ഇൻ ചാൻസ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ വീണ്ടും എഴുതാമല്ലോ, സമയം കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് എക്സാം പാസ്സായി കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുമാരിസിൽ രജിസ്റ്റർ ചെയ്ത് അതിൽ നിന്ന് നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് നമ്മൾ നമ്മുടെ ഡോക്യുമെൻസിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് ഇൻ്റർവ്യൂവിനൊക്കെ നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഡാറ്റ ഫ്ലോ ചെയ്യാനും അതുപോലെ മുമാരിസ് രജിസ്റ്റർ ചെയ്യാനും ഒക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത മെയിൽ ഐ ഡി അതിൻ്റെ പാസ്വേഡ്, പിന്നെ മുമാരിസിൻ്റെ യൂസർ നെയിം, പാസ്വേഡ് ഇത് മറക്കാതെ ഏജൻസികളുടെ നിന്നും നിങ്ങൾ മേടിച്ച് എവിടെയെങ്കിലും എഴുതി സൂക്ഷിക്കുക. കാരണം നിങ്ങൾ സൗദിയിൽ വന്നു കഴിഞ്ഞും ഈ മുമാരിസ് ഓപ്പൺ ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ OTP വരുന്നത് ഇവർ ഈ ക്രിയേറ്റ് ചെയ്ത മെയിലിലേക്കായിരിക്കും. പരമാവധി നിങ്ങൾ തന്നെ ഒരു മെയിൽ ID ക്രിയേറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ID, പാസ്വേഡ്, അതുപോലെ മുമാരിസിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മുമാരിസിൻ്റെ യൂസർ നെയിം, പാസ്വേഡ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകാതെ എവിടെയെങ്കിലും എഴുതി വെക്കുക. കാരണം വീണ്ടും അത് പിന്നെ ഇവിടെ വന്ന് പിന്നെ അല്ലെങ്കിൽ റിട്രൈവ് ചെയ്യുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. പിന്നെ അതിന് വെറുതെ ഏജൻസിക്ക് പൈസയൊക്കെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ മറക്കാതെ മേടിച്ച് വെക്കുക. കുറഞ്ഞ പക്ഷം 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമുക്ക് 1 വർഷത്തിലും എക്സാം എഴുതാൻ പറ്റും, സൗദി കൗൺസിൽ എഴുതാൻ പറ്റും. പക്ഷേ നമുക്ക് അതിൽ കിട്ടുന്ന റാങ്ക്, രജിസ്ട്രേഷനിൽ വരുന്ന റാങ്ക് ടെക്നീഷ്യൻ എന്നുള്ളതായിരിക്കും. പിന്നെ അത് നമ്മൾ സ്പെഷ്യലിസ്റ്റ് ആക്കാൻ വീണ്ടും എക്സാം എഴുതേണ്ടി വരും. അതുകൊണ്ടൊക്കെയാണ് പറയുന്നത് 2 വർഷം എക്സ്പീരിയൻസ് എടുത്തിട്ട് നമ്മൾ സൗദി കൗൺസിൽ എഴുതുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് സ്പെഷ്യലിസ്റ്റായിട്ട് തന്നെ നമുക്ക് രജിസ്ട്രേഷൻ അതിൽ ആവും, റാങ്കിൽ സ്പെഷ്യലിസ്റ്റ് തന്നെ വരും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏജൻസി ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ഏജൻ്റ് ആണെന്ന് വെച്ചാൽ അവർ ത്രൂ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മിനിസ്ട്രിയുടെ സൗദി മിനിസ്ട്രിയുടെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളുടെ ലിസ്റ്റ് നമുക്ക് കിട്ടും. അവർ ത്രൂ നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഇപ്പോൾ ഇൻ്റർവ്യൂ നടക്കുന്നത് കൂടുതലും കമ്പനികൾ ത്രൂ ആണ് സ്റ്റാഫിനെ സെലക്ട് ചെയ്യുന്നത്. നേരത്തെ ഡയറക്റ്റ് ഹോസ്പിറ്റൽ ത്രൂ ആയിരുന്നു, ഇപ്പോൾ പക്ഷേ അത് കമ്പനികൾക്ക് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്റ്റാഫിനെ സെലക്ട് ചെയ്യുന്ന പ്രൈവറ്റ് കമ്പനികളുണ്ട്. അത് നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ പരസ്യം വരുമ്പോൾ അതിൽ അവരത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, അണ്ടർ സാൻസോ ഇന്ന കമ്പനി, ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേര് കാണും. അപ്പോൾ ആ കമ്പനിയെ പറ്റി നിങ്ങൾ അന്വേഷിച്ച് നല്ല കമ്പനിയാണോ എന്താണെന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചിട്ട് പിന്നെ അങ്ങനത്തെ ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യുക. നമ്മൾ ഈ UNA പോലുള്ള നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇതിനെപ്പറ്റി അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ സൗദിയിലുള്ള ജോലി വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷനൊക്കെ തരുന്നതായിരിക്കും. ചില കമ്പനികളൊക്കെ നമുക്കത് പറയാൻ പറ്റത്തില്ല, അവിടുത്തെ സർവീസിൻ്റെയും പിന്നെ സാലറിയുടേത്, പിന്നെ അവർക്ക് കോൺട്രാക്റ്റ് ഇല്ലെങ്കിൽ പിന്നെ അവർ ഇവിടെ കൊണ്ട് ജോലിക്ക് നമ്മളെ നിർത്തുന്നത്, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് കമ്പനികളെ പറ്റി നിങ്ങൾ പൂർണ്ണമായിട്ട് അന്വേഷിക്കുക. മിനിസ്ട്രിയുടെ അണ്ടറിൽ എടുക്കുന്ന കമ്പനികളൊക്കെ കുഴപ്പമില്ലാത്ത, അത് ഡയറക്റ്റ് ഗവൺമെൻറ് അപ്രൂവലോട് കൂട്ടിട്ടുള്ള കമ്പനികളാണ്. അത് MOHയിലേക്കുള്ള ഇൻ്റർവ്യൂ ആണെങ്കിൽ അത് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നാട്ടിൽ നിന്ന് ഒഡപ്പെക് വഴി സ്റ്റാഫിനെ എടുക്കുന്നുണ്ട്. ഒഡപ്പെക് വഴിയാണെങ്കിൽ നമുക്ക് ഏജൻസിക്ക് കൊടുക്കുന്ന പണത്തിൻ്റെ പകുതിയേ നമുക്ക് ചിലവാകത്തുള്ളൂ. അതും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ പ്രോമെട്രിക് എക്സാം ജയിപ്പിച്ച് തരാം എന്നും പറഞ്ഞുള്ള തട്ടിപ്പും നടക്കുന്നുണ്ട്. അതും നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നമ്മളെ കയ്യിൽ നിന്ന് 3000, 4000
റിയാലൊക്കെ അവർ മേടിച്ചിട്ട് പാസ്സാക്കി തരാമെന്ന് പറയും. അതെന്താണെന്ന് ചോദിച്ചാൽ എക്സാം എഴുതി റിസൾട്ട് വരുന്നതിൻ്റെ നമ്മുടെ കയ്യിൽ നിന്ന് അവർ പണം നേരത്തെ തന്നെ മേടിക്കും. അഥവാ അവർ പറയും നിങ്ങൾ ജയിച്ചില്ലെങ്കിൽ ഈ പണം തിരിച്ചു തരും എന്നും പറയും. എക്സാം റിസൾട്ട് വരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് നിങ്ങളെ വിളിച്ച് പറയും നിങ്ങൾ എക്സാം ഫെയിലായി, ഞങ്ങളത് ട്രൈ ചെയ്തിട്ട് പാസ്സാക്കി തരാം എന്ന് പറഞ്ഞ് റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ സ്വന്തമായി പരീക്ഷ എഴുതി പാസ്സായവരായിരിക്കും. അപ്പോൾ അവർ നിങ്ങളെ വിളിച്ച് പറയും നിങ്ങൾ ആ തോറ്റ എക്സാം ഞങ്ങൾ പാസ്സാക്കിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പണം അവരതങ്ങ് എടുക്കും. അഥവാ നിങ്ങൾ തോറ്റാൽ അവർ പൈസ ചിലപ്പോൾ അവർ തിരിച്ചു തരാനും സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ അവരൊന്നും ചെയ്തിട്ടല്ല, നമ്മൾ തന്നെ നമ്മുടെ കഴിവുകൊണ്ട് പാസ്സായതായിരിക്കും. ആ പൈസ അതുപോലെ തന്നെ പോകും. അതുകൊണ്ട് അങ്ങനത്തെ ട്രാപ്പിലൊന്നും പെടാതിരിക്കാൻ നോക്കുക. അത് കൂടുതലും സൗദിയിലൊക്കെ വന്ന് എഴുതുമ്പോഴാണ് സംഭവിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ തന്നിട്ടുണ്ട്, അതിൽ വാട്സപ്പ് ചെയ്യുക. അറിയാവുന്ന നമുക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് വീഡിയോ എല്ലാവരോട്ടും ഒന്ന് ഷെയർ ചെയ്തേക്കണം. താങ്ക് യു.